നല്ല ചതച്ച കുരുമുളകും വേപ്പിലയൊക്കെ ഇട്ട് നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നതാണ് ബീഫ് പെപ്പർ ഫ്രൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വേർഷനിലുള്ള ബീഫ് പെപ്പർ ഫ്രൈയുടെ റെസിപ്പി കാണാം. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ബീഫ് പെപ്പർ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു കുക്കറിലേക്ക് നമുക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർക്കാം. ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് 1 കിലോ പോത്തിറച്ചിയാണ്. അതിനകത്തേക്ക് ചേർക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറച്ച് ചതച്ച കുരുമുളക്. മതിയാകത്തില്ല, ബാക്കിയുള്ള നമ്മൾ പിന്നീട് ചേർക്കും. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഗരം മസാലയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി ഒരു 10 അല്ലി വെളുത്തുള്ളിയാണ്, 1.5 ടീസ്പൂൺ വരും, അതുകൊണ്ട് ചേർക്കാം. കൂടാതെ നമുക്കിനകത്തേക്ക് എരിവിനാവശ്യത്തിന് മുളക് ചേർക്കാം. ഞാനൊരു 2 പച്ചമുളകാണ് ചേർക്കുന്നത്. ഈ ഒരു റെസിപ്പിയിൽ കുരുമുളകിൻ്റെ ഫ്ലേവറാണ് എടുത്ത് വയ്ക്കുക, അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചമുളക് 2 ചേർത്തിട്ടുള്ളൂ. ഒരു ടൊമാറ്റോ, ഒരു മീഡിയം സൈസ് ടൊമാറ്റോ, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. 3 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ 1 കിലോ ഇറച്ചിയുടെ അളവിലാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കത്തില്ല. ഇതിലേക്ക് ഞാനൊരു 10-20 അല്ലി ചുമന്നുള്ളിയും കൂടെ ചേർക്കണം. ഏകദേശം ഒരു 1/4 കപ്പ് ചുമന്നുള്ളിയും കൂടെ ഇപ്പോൾ ചേർക്കാം. ചുമന്നുള്ളി 2ആയിട്ട് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ചെറുതാണെങ്കിൽ ഹോളായിട്ട് തന്നെ ഇടാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇത് അടച്ച് മാറിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇത് നമ്മൾ മിനിമം ഒരു 1/2 മണിക്കൂർ ഇങ്ങനെ വെക്കുക. അതിന് ശേഷം നമ്മളിത് കുക്ക് ചെയ്തെടുക്കും. ബീഫ് ഇവിടെ നമ്മൾ 1/2 മണിക്കൂറോളം മാറിനേറ്റ് ചെയ്യായിരുന്നു. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഓരോ ബീഫിൻ്റെ കട്ടും പിന്നെ മൂപ്പും അനുസരിച്ച് എപ്പോഴും കുക്കിംഗ് ടൈം വ്യത്യാസം വരും. ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്ന മീറ്റ് ഞാൻ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യും. അതിനുശേഷം തീ കുറച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കും. ഞാനിവിടെ മീറ്റ് കുക്ക് ചെയ്തത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്ന വരെ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തു. അതിനുശേഷം തീ കുറച്ച് ഒരു 5 മിനിറ്റ് വെച്ചു. ചെക്ക് ചെയ്യാം. പ്രഷർ മൊത്തം പോയ ശേഷമാണ് തുറക്കുന്നത്. നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതാണ് കുക്ക് ചെയ്തത്, പക്ഷേ അത് നന്നായിട്ട് വെള്ളമുണ്ട്. ഇനി ഈ വെള്ളം മൊത്തം ഒന്ന് പറ്റിച്ചെടുക്കാം. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കൂടുതൽ ഉപ്പൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ടേസ്റ്റ് ചെയ്തപ്പം ഉപ്പ് ഇച്ചിരി കുറവാണ്. അപ്പോൾ പാകത്തിന് ഉപ്പ് ചേർക്കുകയാണ്. ഈ വെള്ളം മൊത്തം പറ്റുന്ന വരെ പറ്റിച്ചെടുക്കുക. അപ്പോൾ ഇറച്ചി നന്നായിട്ട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഓപ്പണായിട്ടുള്ള ഒരു പാനിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്ത് പറ്റിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ കിടന്ന് വെള്ളം എല്ലാം പറ്റുമായിരുന്നു. ഇനി വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇത് മാറ്റി വെക്കാം. 1-2 ടേബിൾ സ്പൂൺ വെള്ളമേ കാണത്തുള്ളൂ. ഈ ഒരു കടായി ചീനിച്ചട്ടി വെക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്തു. ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഹീറ്റായിട്ട് ചുമന്നുള്ളി എടുക്കുക. ചുമന്നുള്ളി 2ആയിട്ട് കീറിയിട്ടേ ഉള്ളൂ, അതിനകത്തേക്ക് ഇടാം. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ചുമന്നുള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി. നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചിടാം. ഞാൻ ഇവിടെ 10 അല്ലി വെളുത്തുള്ളിയാണ്, 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ഉണ്ടാവും ചതച്ചത്.
വെളുത്തുള്ളിയുടെയൊക്കെ റോ സ്മെല്ല് മാറണം, പച്ചച്ചവ മാറണം. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില, കറിവേപ്പില ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു നാടൻ മണമാണ്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് കുറച്ച് ചാറുണ്ടാവും, അതോടുകൂടെ തന്നെ ചേർക്കാം. ഇതിലേക്ക് പെപ്പറും കൂടെ ചേർക്കാം. ചതച്ച പെപ്പറാണ് ഉപയോഗിക്കുന്നത്. ഞാനൊരു 2 ടീസ്പൂൺ നിറച്ചിടും. കൂടുതൽ വേണേൽ കൂടുതൽ ചേർക്കാം. ഇച്ചിരി തരിയോടുകൂടെയുള്ള പെപ്പർ. നമ്മൾ വേവിക്കാനായിട്ട് ആദ്യം പച്ചമുളക് ഇട്ടായിരുന്നു. അതിന് പകരം പച്ചമുളകായിട്ട് കിടക്കുന്ന കാണണമെങ്കിൽ എപ്പോഴും ആ വഴറ്റുന്ന കൂടെ വേണമെങ്കിൽ 1-2 പച്ചമുളക് കീറിയിടാം. എപ്പോഴും ടേസ്റ്റ് ചെയ്ത ശേഷം മാത്രം പിന്നീട് പെപ്പർ ചേർക്കുക. ബിക്കോസ് ഓരോ വീടുകളുടെയും ഇതിൻ്റെ എരിവിൻ്റെ പ്രിഫറൻസ് വ്യത്യാസമായിരിക്കുമല്ലോ. എനിക്ക് ഇച്ചിരിയുടെ എരിവ് വേണം, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ പെപ്പർ ചേർക്കുക. നല്ലതായിട്ടൊന്ന് 5 മിനിറ്റെങ്കിലും കിടന്നൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ബീഫ് പെപ്പർ ഫ്രൈ റെഡിയാണ്. പെപ്പർ എപ്പോഴും ഓരോരുടെ പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് ഇടുക. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം പെപ്പർ ചേർത്തിട്ടുണ്ട് 1 കിലോ ഇറച്ചിക്ക്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ബീഫ് പെപ്പർ ഫ്രൈ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇതിനകത്ത് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാത്തൊരു പ്രിപ്പറേഷനാണ് ഞാൻ കാണിച്ചത്. അതുകൊണ്ട് തന്നെ കുരുമുളകിൻ്റെ ഫ്ലേവർ എടുത്ത് നിൽക്കും. കൂടാതെ നമുക്ക് ആ വേപ്പിലയുടെയും പിന്നെ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ കുരുമുളക് കടിക്കാനും കിട്ടും. അത് നല്ലൊരു ടേസ്റ്റിയാണ്. ഇത് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ്.